വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. കാരണം നിങ്ങൾ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഇത്രയും നഷ്ടം വന്നു പോകുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് ലോസ് വന്നു പോകുന്നുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേണി തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ചെറിയ ചെറിയ പ്രോഫിറ്റ്സ്, 10,000 രൂപ 20,000 രൂപ ഇട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 500 രൂപ 1000 രൂപ പ്രോഫിറ്റ് എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ പയ്യെ പയ്യെ ആയിരിക്കും ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നത്. കാരണം ഈ ഒരു ദിവസത്തെ ഒരു 500 രൂപ ഉണ്ടാക്കി നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 500 ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 300 ലോസ് ആയിരിക്കും. അപ്പം ഈ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം. കാരണം അയ്യോ ഭയങ്കരമായിട്ട് നിങ്ങൾ പാനിക് ആവും. എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പിന്നെയും എനിക്ക് ലോസ് വരുന്നത്. കാരണം നിങ്ങളൊരു ബിഗിനറാണ്, തുടങ്ങിയിട്ടേ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തലയിലോട്ട് അത്രയും പെട്ടെന്ന് കയറില്ല. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൽ ഉള്ള ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് വരണം. അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ വരുമ്പോൾ ഉള്ള പേടി ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ ഫേസ് ചെയ്തു, അതിനെ ബീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട്, നിങ്ങൾ ആദ്യം ഇട്ട ക്യാപിറ്റൽ നിങ്ങൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ക്യാപിറ്റലിലോട്ട് പോകണം, വലിയ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ 500 രൂപയോ 1000 രൂപ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ 20,000 രൂപ ഉണ്ടാക്കണം എന്നൊരു ലെവലിലോട്ട് പോകാന്നുള്ളതാണ് ഏതൊരു ട്രേഡറുടെ. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം 2 ലക്ഷം പിന്നെ 10 ലക്ഷം 20 ലക്ഷം. അപ്പം ഇതാണ് എല്ലാ ട്രേഡറുടെയും ടീം. പിന്നെ ഒബിയസ്ലി കോടികൾ ഉണ്ടാക്കണം. അപ്പം ഇതിലോട്ട് നിങ്ങൾ പോകുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും നിങ്ങൾ ഈ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോസുകൾ. നിങ്ങളൊരു 10,000 20,000 ഇട്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നും പ്രോഫിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 500 രൂപ 400 രൂപ 300 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ 1500 രൂപ അങ്ങനെ പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ആ 20,000 നിന്ന് 1 ലക്ഷം രൂപയിലോട്ട് എത്തുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ലോസുകൾ നേരിടാൻ പോകുന്നത്. കാരണം നിങ്ങൾ പെട്ടെന്നാണ് അതിലോട്ട് കയറുന്നത്. അപ്പം ഇത് ഉണ്ടാവുന്നത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പം അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്തുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഒറ്റയടിക്ക് ക്യാപിറ്റൽ കൂട്ടാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ 10,000 ഇട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും 1 ലക്ഷം ഇട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ 10,000 ഇടുമ്പം നിങ്ങൾക്ക് കാണുന്ന ഒരു ലോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു 1 ലക്ഷം രൂപയിലോട്ട് പോകുമ്പം നിങ്ങൾ നേരെ കാണുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 5,000 രൂപയും 10,000 രൂപയും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൈക്കോളജി അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പയ്യെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നോക്കുക. പണ്ട് നമ്മുടെ എൻ്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. ആക്ച്വലി അയാൾ ഭയങ്കരമായിട്ട് ഇനിഷ്യലി പ്രോഫിറ്റ് ഉണ്ടാക്കുമായിരുന്നു. 10,000 ഇട്ട് 20,000 ഇട്ട് ക്യാപിറ്റൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നോർമലി ഞാൻ പറഞ്ഞു ഓക്കെ പയ്യെ സ്കെയിൽ ചെയ്യും. 10 ഇട്ടെങ്കിൽ 20 രൂപ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 50 രൂപ. അപ്പം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ ആളുടെ വിവരമൊന്നുമില്ല. ഞാനപ്പോൾ വിചാരിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്, എന്നും പ്രോഫിറ്റ് ഇടുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് അയച്ചു തരും. 3,000 5,000 10,000 ആ റേഞ്ച് പ്രോഫിറ്റായി. അപ്പം ഞാൻ 50,000 ഇടുമ്പോൾ ഇയാൾ 1 ലക്ഷമാണ് ക്യാപിറ്റൽ ഇടുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് കുറച്ച് നാൾ വിവരമൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് വാഷ് ഔട്ടായി പോയി. അപ്പം നമ്മുടെ ഒരു മെൻ്റൽ കേപ്പബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഓരോ എമൗണ്ടും ചെറുതാണ്. ഈ പറഞ്ഞ ചെറുതല്ല, വലുതാണ്. 1000 ആണെങ്കിലും 5,000 ആണെങ്കിലും 10,000 ആണെങ്കിലും എല്ലാം. അപ്പം നമുക്കത് സൈക്കോളജിക്കലി നമ്മുടെ തലയിലോട്ട് കയറേണ്ട ഒരു സമയം വേണം, പ്രോസസ്സ് ചെയ്യാൻ സമയം വിടണം. കാരണം നമ്മുടെ ഒരു നല്ലൊരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യുന്ന അതേ ലാഘവത്തോടെ തന്നെ ഒരു 10 ലക്ഷം രൂപ ഇട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എൻഡ് ഗെയിം. അപ്പം അത് നിങ്ങളുടെ തലയിൽ വേണം. അപ്പം നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കേപ്പബിൾ ആയിട്ടുള്ള അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് വരുന്ന ക്യാപിറ്റൽ മാത്രം ഇടുക. ഓവർ ഗ്രീഡ് അല്ലെങ്കിൽ ഓവർ പ്രോഫിറ്റിന് വേണ്ടി ഒരുപാട് ക്യാപിറ്റൽ ഇടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ക്യാപിറ്റൽ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം നിങ്ങളിപ്പം ഏതൊരു ഇപ്പോൾ 1 lakh ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് 10,000 നിന്നാണെങ്കിൽ, പിന്നെ പയ്യെ വന്ന ഒരാളാണെങ്കിൽ പോലും ഈ 1 lakh ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ എത്ര ലോസ് ചെയ്യാൻ പറ്റും? 1000 ആയിരിക്കാം, 2,000 ആയിരിക്കാം, ചിലർക്ക് 5,000 വരെ ലോസ് ചെയ്യായിരിക്കും. ഇപ്പം സ്പെഷ്യലി ഞാൻ നോട്ട് മോർ ദാൻ 5% ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ദിവസത്തെ ട്രേഡ് അവിടെ നിർത്തണം. നിങ്ങളുടെ ലോസ് ടാർഗറ്റ് ചിലപ്പോൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 5,000 ആണെങ്കിൽ ആ 5,000 കഴിഞ്ഞ് അപ്പം നിങ്ങൾ ട്രേഡിങ് നിർത്തിക്കണം, അടച്ചു വെച്ചേക്കണം, പോയേക്കണം. ഇതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു സ്മോൾ ക്യാപിറ്റലിൽ നിന്ന് ഹയർ ക്യാപിറ്റലിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഹയർ ലോസുകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഹയർ ലോസുകൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസിൽ നിങ്ങൾക്ക് ആ ട്രേഡിങ് നിർത്താൻ പറ്റണം. അപ്പം ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നിടത്താണ് നിങ്ങൾ രണ്ടാമത് ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ വരുത്തുന്ന വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ലോസിനെ ഹോൾഡ് ചെയ്യും, വിന്നിങ് ട്രേഡ്സിനെ ഹോൾഡ് ചെയ്യത്തില്ല. അതായത് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കാണുകയാണ്,
ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ക്യാപിറ്റൽ സ്കെയിൽ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ നോർമലി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്തായാലും പ്രോഫിറ്റ് വരും. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനൊരു പ്രോഫിറ്റ് കണ്ടു എന്നുള്ളൊരു തോന്നലായിരിക്കും വരുന്നത്. പക്ഷേ ഇതേ സാധനം ഒരു ലോസിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേതാണെങ്കിൽ നിങ്ങൾ 1000 രൂപ കൊണ്ടിട്ട് ഒരു 5000 രൂപ ആണ് ചാടി കയറി നിങ്ങൾ എക്സിറ്റ് ചെയ്യും. കാരണം ആദ്യമായിട്ടാണ് 5000 രൂപ പ്രോഫിറ്റ് വരുന്നത്. പക്ഷേ ഇതേ സാധനം ലോസിൻ്റെ സൈഡ്, പക്ഷേ നിങ്ങൾക്ക് ശരിക്കും അവിടെ കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10000 15,000 ആയിരിക്കും. പക്ഷേ ഇതേ സാധനം ഒരു ലോസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ 5000 രൂപ ലോസ് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്യോ, തിരിച്ച് കയറും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 5000 10000 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് തിരിച്ച് കയറത്തില്ല, വലിയ ലോസുകളിലോട്ട് പോകും. അപ്പം നമുക്ക് നമ്മുടെ റൂളെന്ന് പറഞ്ഞാൽ സ്മോൾ ലോസ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഓക്കെയാണ്, സ്മോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഓക്കെയാണ്, ബിഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഓക്കെ അല്ലാതെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്താണ്? ബിഗ് ലോസ്. അത് മാത്രം നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഹോൾഡ് ദ വിന്നേഴ്സ്, കട്ട് ദ ലൂസേഴ്സ്. എന്ന് വെച്ചാൽ വിന്നിങ് ട്രേഡുകളെ നിങ്ങളെ ടാർഗറ്റ് വരെ നിങ്ങൾ ഇമോഷണലി കേപ്പബിൾ ആവുക. നിങ്ങൾക്ക് 15,000 പ്രോഫിറ്റ് കിട്ടേണ്ടടുത്ത് 5,000 പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് എന്തെങ്കിൽ മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ലോസ് ടാർഗറ്റ് SL ആണെങ്കിൽ നിങ്ങൾ അതിന് ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പിന്നെ ക്യാപിറ്റൽ അഡീഷൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഹൗ ടു സ്കെയിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, ടു സ്കെയിൽ യുവർ ക്യാപിറ്റൽ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കുറച്ച് കാര്യങ്ങൾ നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം and hit the bell icon. So see you on another video. Until then, bye, take care, peace.